വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുജ്തബയിൽ നാം ഇന്ന് പരിചയപ്പെടുത്തുന്ന സ്വഹാബി വനിത ഉമ്മു സലമയാണ്. സദുർ റാക്കിബ് അഥവാ യാത്രക്കാരൻ്റെ ആഹാരം എന്ന ശ്രുതിനാമത്തിൽ അറിയപ്പെടുന്ന അബൂ ഉമയ്യത്ത് ബിനുൽ മുഗീറ എന്ന ഉദാരനായ ഒരു ഖുറൈശി നേതാവിൻ്റെ പുത്രിയാണ് ഹിന്ദ് എന്ന പേരുള്ള ഉമ്മു സലമ. യാത്രയിൽ കൂടെയുള്ളവർ തൻ്റെ ആഹാരമേ കഴിക്കാവൂ എന്ന നിർബന്ധമുള്ളതുകൊണ്ടും ആരുടെയെങ്കിലും കയ്യിൽ ഭക്ഷണപ്പൊതി കണ്ടാൽ ദേഷ്യപ്പെട്ടിരുന്നതുകൊണ്ടുമാണ് ഇവരുടെ പിതാവിന് യാത്രക്കാരൻ്റെ ആഹാരം എന്ന് പേര് വീണത്. ഇസ്ലാമിന് 10 താഴെ അനുയായികൾ മാത്രമുള്ളപ്പോൾ നബിയുടെ ശിഷ്യത്വം സ്വീകരിച്ച അബ്ദുല്ലാഹിബ്നു അബ്ദുൽ അസദ് എന്ന യുവാവാണ് ഉമ്മു സലമയെ വിവാഹം കഴിച്ചിരുന്നത്. അബൂ സലമ എന്ന അപരനാമത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ പ്രസിദ്ധനായ ഈ സ്വഹാബി നബിയുടെ അമ്മാവിയുടെ മകനും മുലകുടി ചാർച്ചയിൽ തിരുമേനിയുടെ സഹോദരനുമാണ്. സത്യപ്രബോധനത്തിന്റെ തുടക്കത്തിൽ ഭർത്താവിന്റെ കൂടെ ഉമ്മു സലമ ഇസ്ലാം സ്വീകരിച്ചു. ഇത് മക്കയിൽ ശ്രുതിയായതോടെ ഖുറൈശികളുടെ നിഷ്ഠൂര മർദ്ദനങ്ങൾക്ക് ഇരുവരും ഇരയായി. പക്ഷേ അവർ പിന്തിരിയുകയോ ദൗർബല്യം കാണിക്കുകയോ ചെയ്തില്ല. മർദ്ദനം അസഹ്യമായപ്പോൾ തിരുമേനിയുടെ ഉപദേശപ്രകാരം 2 പേരും അബസീനയിലേക്ക് രക്ഷപ്പെട്ടു. നാട്ടിലെ സ്ഥാനമാനങ്ങളും സുഖസൗകര്യങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ പ്രീതിയും വിശ്വാസത്തിൻ്റെ രക്ഷയും ലാക്കാക്കി കൊല്ലങ്ങളോളം അവർ നജാഷി രാജാവിൻ്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു. ഇസ്ലാമിൻ്റെ സഖ്യാബലം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഉമറുബ്നുൽ ഖത്താബും ഹംസത്തുബ്നുൽ അബ്ദുൽ മുത്തലിബും മതപരിവർത്തനം ചെയ്തതിനെ തുടർന്ന് ഖുറൈശികളുടെ എതിർപ്പ് കുറഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്തകൾ അബ്സീനയിലേക്ക് മുസ്ലിം അഭയാർത്ഥികൾക്ക് അടിക്കടി ലഭിച്ചുകൊണ്ടിരുന്നു. തന്നിമിത്തം പ്രവാചക സവിധത്തിലെത്താൻ ആർത്തി പൂണ്ട ഒരു വിഭാഗം മക്കയിലേക്ക് യാത്ര തിരിക്കാൻ ഉറച്ചു. ഇവരുടെ മുൻപന്തിയിൽ ഉമ്മു സലമയും ഭർത്താവും ഉണ്ടായിരുന്നു. മക്കയിൽ എത്തിയപ്പോഴാണ് അബസീനയിൽ ലഭിച്ച വാർത്ത അതിശയോക്തിപരമാണെന്ന് മനസ്സിലായത്. ഉമറിൻ്റെയും ഹംസയുടെയും മതപരിവർത്തനത്തിന് ശേഷം മുസ്ലിങ്ങൾ കാണിച്ച ധൈര്യവും ആവേശവും തല്ലിക്കെടുത്താൻ ഖുറൈശികൾ എതിർപ്പ് കൂടുതൽ രൂക്ഷമാക്കി. മുമ്പില്ലാത്ത വിധം ശത്രുക്കൾ മുസ്ലിങ്ങൾക്കെതിരെ മർദ്ദനത്തിൻ്റെയും ഭീഷണിയുടെയും നൂതന രീതികൾ സ്വീകരിച്ചു. ഈ സമയം മദീനയിലേക്ക് പലായനം ചെയ്യാൻ നബി അനുയായികൾക്ക് നിർദ്ദേശം നൽകി. ഖുറൈശികളുടെ മർദ്ദനത്തിൽ നിന്ന് മറ്റാരേക്കാളും മുമ്പിൽ വിശ്വാസം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ഉമ്മു സലമയും ഭർത്താവും തീരുമാനിച്ചു. പക്ഷേ അവർ വിചാരിച്ച പോലെ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഒളിച്ചോടാൻ പോലും അനുവദിക്കില്ല എന്നായിരുന്നു മുശ്രിക്കുകളുടെ നിലപാട്. ഈ സാഹസത്തിന് അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങൾ ഉമ്മു സലമ തന്നെ വിവരിക്കുന്നു. വായിക്കുക. അബൂ സലമ മദീനയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ എനിക്കൊരു ഒട്ടകത്തെ സജ്ജീകരിച്ചു. അനന്തരം അദ്ദേഹം എന്നെ അതിൻ്റെ പുറത്ത് കയറ്റി ഞങ്ങളുടെ ശിശുവായ സലമയെ എൻ്റെ മടിയിൽ വെച്ചു. ഇരുപൂർവ്വം നോക്കാതെ ഞങ്ങളുടെ ഒട്ടകത്തെ തെളിയിച്ച് അദ്ദേഹം നടന്നു. യോട് വിടവാങ്ങുന്നതിന് മുമ്പ് എൻ്റെ സ്വന്തക്കാരായ മക്സൂം വംശത്തിലെ ചില പുരുഷന്മാർ ഞങ്ങളെ കണ്ടു തടഞ്ഞു നിർത്തി. നീ ഏതായാലും ഞങ്ങളെ തോൽപ്പിച്ചു. നിനക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ ഇവൾ ഞങ്ങളുടെ കുട്ടിയാണ്. ഇവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്നിട്ടവർ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീണ് എന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചു കയറ്റി. എന്നെയും കുഞ്ഞിനെയും പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോൾ ഭർത്താവിൻ്റെ സ്വന്തക്കാരായ അബ്ദുൽ അസദ് ഗോത്രക്കാർ രോഷാകുലരായി ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ കുടുംബക്കാരിൽ നിന്ന് അവൻ്റെ ഭാര്യയെ നിങ്ങൾ ബലമായി പിടിച്ചെടുത്തു. അതുകൊണ്ട് കുട്ടിയെ ഞങ്ങൾ വിട്ടുതരില്ല. അവൻ ഞങ്ങളുടെ കുട്ടിയാണ്. ഞങ്ങൾക്കാണ് അവൻ്റെ മേൽ കൂടുതൽ അവകാശം. സലമയെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു. അവൻ്റെ കൈസന്ധി തെറ്റി. ഒടുവിൽ അവനെ അവർ കൈവശപ്പെടുത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒറ്റപ്പെട്ടു. ഭർത്താവ് അദ്ദേഹത്തിൻ്റെ മതവും ജീവനും കൊണ്ട് മദീനയിലേക്ക് രക്ഷപ്പെട്ടു. അവശനും വികലാംഗനിയുമായി തീർന്ന മകനെ എൻ്റെ കൈകളിൽ നിന്ന് അബ്ദുൽ അസദുകാർ തട്ടിപ്പറിച്ചു. ഞാനാകട്ടെ എൻ്റെ സ്വന്തക്കാരായ മക്സൂമാരുടെ പിടിയിലും. അവർ എന്നെ അവരുടെ അടുക്കൽ താമസിപ്പിച്ചു. ഏതാണ്ട് 1 കൊല്ലം ഈ രീതിയിൽ ഞാൻ കഴിച്ചുകൂട്ടി. ഒരു ദിവസം എൻ്റെ പിതൃപുത്രന്മാരിൽ ഒരാൾ എൻ്റെ അരികിലൂടെ നടന്നു. എന്നോട് സഹതാപവും ദയയും തോന്നിയ അയാൾ എൻ്റെ സ്വന്തക്കാരോട് പറഞ്ഞു: നിങ്ങൾ ഈ പാവത്തെ വിട്ടയക്കുന്നില്ലേ? ഇവൾക്ക് ഭർത്താവും മകനും നഷ്ടപ്പെട്ടതിന് നിങ്ങളാണ് കാരണക്കാർ. അയാൾ നിരന്തരം ശ്രമിച്ച് അവരുടെ ഹൃദയങ്ങളെ ദയാപൂർണമാക്കി. നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഭർത്താവിൻ്റെ അടുക്കലേക്ക് പോയിക്കൊള്ളൂ. ഒടുവിൽ അവർ സമ്മതിച്ചു.
പക്ഷേ എൻ്റെ കരളിൻ്റെ കഷ്ണമായ മകനെ മക്കയിൽ അബ്ദുൽ അസദുകാരുടെ അടുക്കൽ വിട്ട് ഞാൻ എങ്ങനെ മദീനയിൽ ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും? മക്കയിലുള്ള എൻ്റെ കൊച്ചുകുട്ടിയുടെ ഒരു വിവരവും അറിയാതെ അന്യരാജ്യത്ത് പോയി ജീവിച്ചാൽ എൻ്റെ വിരഹവേദനയും കണ്ണീരും അവസാനിക്കുമോ? എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്ന ദുഃഖവും മനക്ലേശവും കണ്ട് ചിലർക്ക് അലിവ് തോന്നി. അവർ എൻ്റെ കാര്യത്തിൽ അബ്ദുൽ അസദുകാരോട് സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റിയെടുത്തു. അങ്ങനെ മകൻ സലമയെ അവർ എനിക്ക് വിട്ടു തന്നു. യാത്രയിൽ തുണയ്ക്ക് ഒരാളെ കിട്ടുന്നതുവരെ മക്കയിൽ കാത്തു നിൽക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ല. അവിചാരിത സംഭവങ്ങൾ ഭർത്താവിനെ പ്രാപിക്കാൻ വിഘ്നം വരുത്തിയേക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. തന്നിമിത്തം ധൃതിയിൽ യാത്രാമൃഗത്തെ ഒരുക്കി കുട്ടിയെ മടിയിൽ വെച്ച് ഭർത്താവിനെ ലക്ഷ്യമാക്കി ഞാൻ മദീനയിലേക്ക് പുറപ്പെട്ടു. അള്ളാഹുവിൻ്റെ പടുപ്പുകളിൽ ഒരാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഞാൻ തൻഹീമിലെത്തിയപ്പോൾ ഉസ്മാനുബിനു തൽഹയെ കണ്ടുമുട്ടി. സദുർ റാഖിബിൻ്റെ മകൾ എങ്ങോട്ടാണ്? മദീനയിലേക്ക്, എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക്. കൂടെ ആരുമില്ലേ? ഇല്ല, അള്ളാഹു മാത്രം, പിന്നെ എൻ്റെ ഈ കൊച്ചുമകനും. നീ മദീനയിലെത്തുന്നവരെ ഞാൻ നിന്നെ പിരിയുകയില്ല, സത്യം. എന്നിട്ട് അദ്ദേഹം എൻ്റെ ഒട്ടകത്തിൻ്റെ കയർ പിടിച്ച് മുന്നിൽ നടന്നു. അള്ളാഹു സത്യം, അറബികളിൽ അദ്ദേഹത്തെക്കാൾ മാന്യനും സൽസ്വഭാവിയുമായ ഒരു പുരുഷൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. ഉപാദൃഷ്ടിയിൽ പതിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഭർത്താവ് ഈ ഗ്രാമത്തിലാണുള്ളത്. ദൈവാനുഗ്രഹത്തോടെ അങ്ങോട്ട് ചെല്ലൂ. അനന്തരം അദ്ദേഹം മക്കയിലേക്ക് മടങ്ങിപ്പോയി. നീണ്ട വേർപാടിന് ശേഷം ആ കുടുംബം സന്ധിച്ചു. ഭർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ഉമ്മു സലമ ആനന്ദാശ്രു പൊഴിച്ചു. ഭാര്യയുടെയും മകന്റെയും സമാഗമം കൊണ്ട് അബൂസലമയും സന്തുഷ്ടനായി. സംഭവ ബഹുലമായ ദിനരാത്രങ്ങൾ ദ്രുതഗതിയിൽ പിന്നിട്ടുകൊണ്ടിരുന്നു. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂസലമ മുസ്ലിങ്ങളോടൊപ്പം നിർണായക വിജയം നേടി തിരിച്ചു വന്നു. ഉഹുദ് യുദ്ധത്തിലും അബൂസലമ പങ്കെടുത്തു. ആവേശപൂർവ്വം പോരാടിയ ശേഷം സാരമായ പരിക്കുകളോടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. ചികിത്സിച്ചപ്പോൾ മുറിവ് ഉണങ്ങി. പക്ഷെ അധികം കഴിയുന്നതിന് മുമ്പ് അത് അധികരിച്ച് ആ യോദ്ധാവ് കിടപ്പിലായി. ദിവസങ്ങളോളം അബൂസലമ രോഗശയ്യയിൽ കിടന്നു. ഒരു പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തി. സന്ദർശനം കഴിഞ്ഞ് തിരുമേനി വാതിൽക്കൽ എത്തിയതും അബൂസലമ അന്ത്യശ്വാസം വലിച്ചു. ഭർത്താവ് പഠിപ്പിച്ചു കൊടുത്ത നബിവചനം ഓർത്ത് ഉമ്മുസലമ പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, എനിക്ക് നേരിട്ട ഈ നഷ്ടത്തിൽ നീയാണ് ഏക ആശ്രയം. ഇതിനേക്കാൾ നല്ലത് എനിക്ക് പകരം തരണമേ എന്ന്. അബൂബക്കർ സിദ്ദീഖ് ഉമ്മുസലമയെ വിവാഹം കഴിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഉമ്മുസലമയുടെയും കുട്ടികളുടെയും കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തലായിരുന്നു സിദ്ദീഖിന്റെ ലക്ഷ്യം. പക്ഷേ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന അവർ നിരസിച്ചു. പിന്നീട് ഉമറുൽ ഫാറൂഖ് നടത്തിയ വിവാഹാഭ്യർത്ഥനക്കും അവർ വഴങ്ങിയില്ല. ഒടുവിൽ ഇതേ ആവശ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ അയച്ചപ്പോൾ അവർ തന്റെ യഥാർത്ഥ സ്ഥിതി വെളിപ്പെടുത്തി. അള്ളാഹുവിന്റെ റസൂലേ, 3 കാര്യങ്ങൾ എന്നിലുണ്ട്. ഞാൻ തീവ്രമായ അസഹിഷ്ണുതയുള്ള സ്ത്രീയാണ്. അങ്ങേക്ക് ദേഷ്യം വരുന്ന വല്ലതും എന്നിൽ നിന്ന് വന്നേക്കുമോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അപ്പോൾ അള്ളാഹു എന്നെ ശിക്ഷിക്കും. ഞാൻ പ്രായമായ സ്ത്രീയാണ്, എനിക്ക് കുട്ടികളുണ്ട്. ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മറുപടി പറഞ്ഞയച്ചു, നിന്റെ അസഹിഷ്ണുതയെപ്പറ്റി പറഞ്ഞുവല്ലോ, അത് ഇല്ലാതാക്കാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. പ്രായത്തെക്കുറിച്ചാണെങ്കിൽ നിന്നേക്കാൾ പ്രായം എനിക്കുണ്ട്. കുട്ടികൾ ഉണ്ടെന്നാണെങ്കിൽ നിന്റെ കുട്ടികൾ എൻ്റെയും കുട്ടികളാണ്. അങ്ങനെ ഹിജറ 4-ാം വർഷം ഉമ്മു സലമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം കഴിച്ചു. സലമയുടെ ഉമ്മ എന്നറിയപ്പെട്ടിരുന്ന മക്സൂം വംശക്കാരി ഹിന്ദ് ഇതോടെ സത്യവിശ്വാസികളുടെ ഉമ്മയായി തീർന്നു. ഹിജറ 6-ാം കൊല്ലം മക്കയിലേക്കുള്ള ഉംറ യാത്രയിൽ ഉമ്മു സലമ തിരുമേനിയെ അനുഗമിച്ചു. ഈ യാത്രയിലാണ് ഖുറൈശികൾ തിരുമേനിയെയും അനുയായികളെയും തടഞ്ഞതും തുടർന്ന് ഉദൈബിയ ഉടമ്പടി രൂപം കൊള്ളുന്നതും. ഈ സംഭവത്തിൽ ഉമ്മു സലമ വഹിച്ച മഹത്തായ പങ്ക് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. ഖൈബർ യുദ്ധം, മക്ക വിജയം, ത്വായിഫ് ഉപരോധം, അവാസിൻ, സഖീഫ് യുദ്ധങ്ങൾ എന്നിവയിൽ ഉമ്മു സലമ തിരുമേനി അനുഗമിച്ചിട്ടുണ്ട്. ഹിജറ 10-ാം കൊല്ലം ഹജ്ജത്തുൽ വദായിലും അവർ പങ്കെടുത്തു. നബിയുടെ വേർപാടിന് ശേഷം ദീർഘകാലം ജീവിച്ച ഉമ്മു സലമക്ക് നിർഭാഗ്യകരമായ പല രംഗങ്ങളും കാണാനും കേൾക്കാനും യോഗമുണ്ടായി. പ്രതിസന്ധികളിൽ സമുദായത്തിനും അതിൻ്റെ കടിഞ്ഞാൽ പിടിക്കുന്ന വ്യക്തികൾക്കും ഒരു മാതാവിൻ്റെ വാത്സല്യത്തോടും ചുമതലാബോധത്തോടും കൂടിയും അവർ ഉപദേശങ്ങൾ നൽകി. അതേസമയം അവർ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയില്ല.
84 വയസ്സുവരെ ജീവിച്ച ഉമ്മുസലമക്ക് കർബലയിലെ നബി കുടുംബത്തിന്റെ കശാപ്പ് വാർത്തയും അവർ കേൾക്കേണ്ടി വന്നു. പ്രവാചകന്റെ പൗത്രനും അലിയുടെയും ഫാത്തിമയുടെയും പുത്രനുമായ ഉസൈന്റെ വധവിവരം അറിഞ്ഞ ശേഷമാണ് അവർ അന്തരിച്ചത്. ഹിജറ 61 അവരാണ് അവസാനം മരിച്ച നബി പത്നി. തിരുമേനിയിൽ നിന്ന് 328 ഹദീസ് ഈ മഹദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.